പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നേരത്തെ ഞാൻ തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. തുടരും എന്ന ചിത്രത്തിൻ്റെ ജൈത്രയാത്ര തുടരുന്ന കാര്യം പറഞ്ഞു. അതിനിടയിൽ നമ്മൾ വിട്ടുപോയ ചില സിനിമകളെപ്പറ്റി ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രം, സർക്കീട്ട് ആസിഫ് അലിയുടെ ചിത്രം, പടക്കളം എന്ന സുരാജ് വെഞ്ഞാറമ്മൂട് ഷറഫുദ്ദീൻ നിറഞ്ഞാടി ചിത്രം, ഇതിൻ്റെ മൂന്നിൻ്റെയും കളക്ഷൻ, ഇന്നലത്തെ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. അതും പ്രകാരം ഏതൊക്കെ ചിത്രങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നത് നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യമേ തന്നെ പ്രിൻസ് എന്ന് പറയുന്ന ചിത്രം സ്റ്റഡി ആയിട്ടുള്ള കളക്ഷനിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തുടരി എന്ന ചിത്രത്തിൻ്റെ ഈ ജൈത്രയാത്രയൊന്നും പ്രിൻസിനെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ പ്രിൻസ് വിജയത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയും നമുക്ക് നോക്കാനുള്ളത്. അത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം 10 കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റാണ് ഈ ചിത്രത്തിൻ്റെ എന്ന് പറയുന്നു. 10-12 കോടി, കൃത്യമായിട്ടുള്ള ഫിഗർ നമുക്ക് അറിയില്ല. അപ്പം പ്രിൻസ് 4ാമത്തെ ദിവസവും കളക്ട് ചെയ്ത് 1,25,00,000 രൂപയാണെങ്കിൽ 5ാമത്തെ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് 1,15,00,000 രൂപയാണ്. അപ്പം വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ 6,07,00,000 രൂപയാണ് പ്രിൻസ് 5 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റഡി കളക്ഷൻ തന്നെയാണ്, തെറ്റ് പറയാൻ പറ്റാത്തൊരു കളക്ഷൻ തന്നെയാണ്. പക്ഷേ വലിയൊരു ഹൈപ്പിൽ പോകുന്ന ഒരു ചിത്രമല്ല താനും. അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 6,86,00,000 രൂപയാണ്. അപ്പം വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം ഒരു 10 കോടിയെങ്കിലും കളക്ട് ചെയ്ത് കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം, ഇന്നലെ ആ ചിത്രത്തിൻ്റെ വിജയ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന കണ്ടു. അവരൊക്കെ നിർമ്മാതാവ് വിജയാഘോഷം നടത്തുമ്പം നമ്മളെ സംബന്ധിച്ച് ട്രാക്കർമാരിൽ നൽകുന്ന റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ കൈവശം. നമുക്ക് അതൊരു വിജയ ചിത്രമാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ ഇതൊരു പക്ഷേ വിജയത്തിലേക്ക് മാറിയേക്കാം എന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദിലീപിൻ്റെ കുറച്ച് നാളായി കാണുന്ന ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു സാമാന്യം മികച്ച രീതിയിൽ കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കളക്ഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇന്നും മികച്ച ബുക്കിംഗ് തന്നെ ഈ ചിത്രത്തിന് കാണുന്നുണ്ട്. 1,520 ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുമാറുന്ന ഈ ചിത്രം ഏകദേശം 25,000 ടിക്കറ്റോളം വിറ്റുമാറും 24 മണിക്കൂർ കൊണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ 1 കോടിക്ക് ഉള്ളിലുള്ള ഒരു തുക തന്നെ ഇന്നും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 1 കോടി റേഞ്ചിൽ തന്നെ ഈ ചിത്രം കളക്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് 7 കോടിക്ക് മുകളിലുള്ള തുക കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത ചിത്രം എന്ന് പറയുന്നത് പടക്കളം എന്ന ചിത്രമാണ്. 5 ദിവസം കൊണ്ട് ഈ ചിത്രം കളക്ട് ചെയ്തതിന് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 4 കോടി രൂപയാണ്. 5ാമത്തെ ദിവസം ഈ ചിത്രം കളക്ട് ചെയ്ത് 72 ലക്ഷമാണെങ്കിൽ ഇന്നലെ 71 ലക്ഷമാണ്. 1 ലക്ഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും ഒരു സ്റ്റഡി കളക്ഷനിൽ തന്നെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് 10 കോടിക്കുള്ളിൽ നിൽക്കുന്ന ബഡ്ജറ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ 4 കോടി കേരള കളക്ഷൻ നേടിയ ചിത്രം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 4,49,00,000 രൂപയാണ്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഒരുപക്ഷെ 6 കോടിക്ക് മുകളിലുള്ള തുക കളക്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ആ ചിത്രവും നമുക്ക് പരാജയപ്പെട്ടു എന്ന് പറയാൻ വയ്യ, വിജയപാതയിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ ചിത്രവും വിജയിക്കും എന്ന് തന്നെ നമ്മൾ കരുതാം. ഒരു ചിത്രവും പരാജയപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പരാജയപ്പെടാതിരിക്കട്ടെ അല്ലേ. എല്ലാ ചിത്രങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിർമ്മാതാവിൻ്റെ കീശ പോരും. അങ്ങനെയെങ്കിൽ മലയാള സിനിമയുടെ ഭാവി തന്നെ അപതാളത്തിലാവും. മലയാള സിനിമയിൽ സുവർണ്ണ കാലഘട്ടം ഉണ്ടാകട്ടെ. ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ അല്ലേ. നമ്മുടെ പ്രേക്ഷകൻ്റെ കീശ പോരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകൻ്റെ കീശ ചോർന്നില്ലെങ്കിൽ നിർമ്മാതാവിന് നഷ്ടത്തിൻ്റെ കണക്കേ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ മറ്റൊരു ചിത്രമാണ് ആസിഫ് അലിയുടെ പ്രേക്ഷക
പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ചിത്രം ഒരു തികഞ്ഞ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഞാനും ഈ ചിത്രത്തെപ്പറ്റി മികച്ച പ്രതികരണം തന്നെ എഴുതിയതാണ്. എനിക്ക് ഈ ചിത്രം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളക്ഷൻ കാണിക്കുന്നത് 1,80,00,000 മാത്രമേ കാണിക്കുന്നുള്ളൂ. 6ാമത്തെ ദിവസം ഈ ചിത്രം കളക്ട് ചെയ്ത് 15 ലക്ഷം രൂപ മാത്രമാണ്. 5ാമത്തെ ദിവസം ഈ ചിത്രം കളക്ട് ചെയ്ത് 16 ലക്ഷമാണ്. 1 ലക്ഷത്തിന് വ്യത്യാസം. എന്നാലും ലക്ഷങ്ങളുടെ കഥ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. ഇന്ത്യ ഗ്രൂപ്പ് കാണിക്കുന്നത് 2,01,00,000 രൂപയാണ്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഏകദേശം 4-4.5 കോടിയെങ്കിലും കളക്ട് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സർക്കിട്ട് എന്ന ചിത്രം ഒരു പരാജയ ചിത്രമാകി മാറുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കാനുള്ളത്. പുതിയ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ സർക്കിട്ടിനെ പോലുള്ള ചിത്രങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത. അതുപോലെ തന്നെ മലയാള സിനിമയിൽ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. മലയാള സിനിമയെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും ഇപ്പം അടുത്ത കാലമായിട്ട് ഒരു ട്രെൻഡ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ വിജയപരാജയം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നുവെന്ന് തോന്നുന്നു. ഒരു ചിത്രം വൻ വിജയമാകുകയാണെങ്കിൽ അതിൻ്റെ കളക്ഷൻ അങ്ങ് ഹൈയിലേക്ക് പോവുകയും ഒരു ചിത്രം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ കളക്ഷൻ അങ്ങ് വളരെ താഴ്ന്ന നിലവാരം പുലർത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഒരു ആവറേജ് ഒന്നും ഇല്ല ഇപ്പം. ആ രീതിയിലാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. ഒരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ ചിത്രം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് ഏകദേശം അറിയാൻ പറ്റും. അല്ലാതെ പണ്ടത്തെ കൂട്ടി 25 ദിവസവും 50 ദിവസവും അല്ലെങ്കിൽ 100 ദിവസവും 365 ദിവസവും ഒക്കെ ഓടിയ ചിത്രങ്ങളുണ്ട്. പക്ഷെ ആ ഗണത്തിലൊന്നും ഇപ്പോഴത്തെ ചിത്രങ്ങളൊന്നും പെടുന്നില്ല. കാരണം ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തുടരും എന്ന ചിത്രം 15ാമത്തെ ദിവസം തന്നെ 200 കോടി കടന്നു കഴിഞ്ഞു. നമുക്ക് നേരത്തെ ഒന്നും ചിന്തിക്കാനേ പറ്റത്തില്ലായിരുന്നു. അതാണ് പറഞ്ഞത്. ആ രീതിയിലേക്ക് മലയാള സിനിമ വളർന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള തിയേറ്ററിൽ നിന്നുള്ള വരുമാനം, പെട്ടെന്ന് നിർമ്മാതാവിൻ്റെ കീശ നിറയുകയും കീശ ചോരുകയും ചെയ്യുന്ന ഒരു അപൂർവമായ സ്ഥിതിവിശേഷമാണ് മലയാള സിനിമയിൽ ഇപ്പം കണ്ടുവരുന്നത്. അതുകൊണ്ട് പുതിയ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ഈ ചിത്രങ്ങളിലേക്ക് ഭാവി എന്താകും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ 3 ചിത്രങ്ങളും വിജയിച്ച ഗണത്തിൽ ഏതായാലും പെടുത്താൻ പറ്റത്തില്ല. ഇന്നലെ ഞാൻ വിജയപാതയിലാണെന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു എങ്ങനെ വിജയിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന്. വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, വിജയപാതയിലാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. വിജയപാതയിലാണെന്ന് പ്രിൻസും പടക്കളവും ഒക്കെ വിജയപാതയിലാണെന്ന് പറയാനുള്ള കാരണം ഇതൊരു സ്റ്റഡി കളക്ഷൻ പിന്തുടരുന്നുണ്ട്. ഇനിയും ഏകദേശം എനിക്ക് തോന്നുന്നു അവധി ദിവസങ്ങളിലെ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തേക്ക് കളക്ഷൻ ഒരുപക്ഷെ മെച്ചപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വഞ്ഞമില്ലല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങളോട് പറയുന്നു. അപ്പം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അത്യാവശ്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.